ഒരുത്തൻ്റെ സൗണ്ട് കേട്ടോ ഫ്രണ്ട്സ്, എന്താ നോക്കാം. ഇത് പൊന്നോ, ആരത്? എന്തിനാ ഈ ഒച്ച വെക്കടേ? ഓ, മോളിൽ ബുള്ളറ്റിൻ്റെ വീട്ടുകാരവിടെ നിൽക്കുന്ന കേട്ടോ. ബുള്ളറ്റല്ല, അവർ സംസാരിക്കുന്നു. അതാണ് ഈ ചെടുത്ത് അവരെ വിളിക്കുന്നതായി. മേലോട്ട് നോക്കി കണ്ടോ, കണ്ടോ, അവനെ വിളിക്കുന്നുണ്ട് മോളിൽ നിന്ന്. ഭയങ്കര വർത്തമാനക്കാരനാണ്. എല്ലാവരോടും ക്ഷേമാന്വേഷണവും എല്ലാവരോടും ഒക്കെ ചോദിക്കലും എല്ലാം ആണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് പതിവ് പോലെ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ഇങ്ങനെ നോക്കണ്ട പൊന്നു, ദയനീയ അവസ്ഥയിൽ. ആ നോട്ടം കാണുമ്പോൾ മമ്മിയുടെ ഹാർട്ട് പൊട്ടിപ്പോണടാ. എടി പൊന്നു, ആ നോട്ടം കാണുമ്പോഴേ മമ്മിയുടെ ചങ്ക് പൊട്ടിപ്പോണ പൊന്നു. ദയനീയ അവസ്ഥയിലുള്ള നോട്ടം. ഓ, ഈ നോട്ടം കാണുമ്പോൾ മമ്മിയുടെ ചങ്ക് പൊട്ടിപ്പോണയുടെ പൊന്നാ. ഈ ദയനീയ അവസ്ഥയിലുള്ള ആ നോട്ടം. എൻ്റെ പൊന്നിന് എല്ലാവരും ഉണ്ട്. എൻ്റെ പൊന്നിന് എല്ലാം മേടിച്ച് കയറ്. അങ്ങനെ നോക്കല്ലേ ദയനീയ അവസ്ഥയിലുള്ള നോട്ടം. എൻ്റെ പൊന്നിന് മമ്മ ഉണ്ട്, ഡാഡി ഉണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. ശ്രദ്ധിക്കണുണ്ടോ? എല്ലാം അറിയാം കേട്ടോ, എല്ലാ ഭാഷയും അറിയാം. मम्मी है, दादी है, दीदी है, दादा है, और क्या बात है? നിന്നെ സുഖത്തിലല്ലേ മമ്മ നോക്കുള്ളൂ. മമ്മിയുടെ ജീവൻ കിടക്കുന്നവരെ പൊന്നോ. ആ മമ്മിയുടെ ജീവൻ കിടക്കുന്നവരെ മമ്മി സുഖത്തിലല്ലേ പൊന്നിനെ നോക്കുള്ളൂ. മമ്മിയുടെ ജീവൻ കിടക്കുന്നവരെ മമ്മി നല്ല വൃത്തിയും മെനയും ഒക്കെ ആയിട്ട് ടൈം ടു ഫുഡ്, മെഡിസിൻ. എൻ്റെ പൊന്നിന് ചക്കരയെ നല്ലൊരു സുന്ദര മോനായിട്ടല്ലേ നോക്കുന്നേ മമ്മി. അനോ അനോ അച്ഛൻ്റെ പൊന്നോ. ഉച്ചയ്ക്ക് ഉറങ്ങുന്നതാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞു, തണുപ്പ് വന്നു തന്നെ വന്ന് കിടക്കുന്നു. ഞാൻ അച്ഛയൊക്കെ വരുമ്പോൾ ഒരു എണീപ്പാണ്, ഉച്ച ഉറക്കം. വേണ്ടിയില്ലേ, തന്നെ വന്ന് പില്ലോയിൽ തലയും വെച്ച് വന്ന് കിടന്ന് ഉറങ്ങുന്നു. കണ്ടോ, അപ്പോൾ മോള് വന്ന് ഷാൾ അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടോ, ഉച്ച ഉറക്കമാണേ മോൻ്റെ ഉച്ച ഉറക്കം കണ്ടല്ലോ. നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ഇതൊക്കെ ഒന്ന് കാണണം, നേരി കാണുമ്പോൾ നല്ല രസം. അവൻ്റെ കിടപ്പും ഇത് കണ്ടോ, വേണ്ട കിടക്കുന്നു. പാവം കേട്ടോ. ഫ്രണ്ട്സ്, ഉച്ചത്തേക്ക് അച്ചിങ്ങയും ചെമ്മീനും കേട്ടോ. നാടൻ അച്ചിങ്ങയും ഉണ്ട്. ഇതിൻ്റെ കുരുവേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാത്ത എടുക്കാം. ഇത് എടുക്കാം, ഇതിൻ്റെ അകത്ത് കുരു മാത്രമേ ഉള്ളൂ. അച്ചിങ്ങയും ചെമ്മീനും കൂടെ വലത്താം, ഒരു രസം വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഈ കായ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ കായ ഒന്ന് വഴറ്റിയെടുക്കണം, മെഴുക്ക് വരട്ടി. ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചത്തെ കറി കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടി ഈ അച്ചിങ്ങ അരിയുന്നത്. അതാണ് മോന് ഇടയ്ക്കിടയ്ക്ക് വന്ന് അടുക്കളയിൽ നോക്കുന്നു. അവൻ്റെ ചിക്കൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, വേവിക്കണം. അച്ചിങ്ങ അരിഞ്ഞ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലിട്ട് കഴുകും കേട്ടോ. ആദ്യം ഒന്ന് കഴുകി മാർക്കറ്റിൽ നിന്ന് വരുമ്പോഴേ കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കും. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയും അല്ലാതെ അങ്ങോട്ട് ഇറങ്ങത്തില്ല കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുമായിട്ട് കഴുകി പിന്നെ ഒരു 2 വെള്ളത്തിൽ കഴുകിയിട്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യുള്ളൂ കേട്ടോ. തുള്ളുന്നെന്താ ഇഞ്ചോ തുള്ളുന്നത്? അയ്യോ എക്സൈറ്റ്മെൻറ്റ്. തുള്ളുന്നെന്താ? ഡാഡിയുടെ കൂടെ പോവാനാണോ തുള്ളുന്നത്? ആണോ? ശരി പോയിട്ട് വാ. എവിടെ പോകുന്നതാണ്? ഡാഡി വരട്ടേടാ, തുള്ളലേടാ. തുള്ളുന്നവൻ. ഓ എന്തൊക്കെ കാണിക്കുന്നത്, എന്തൊക്കെ കാണണം ഞാൻ, എന്തൊക്കെ കാണിക്കുന്നത് പൊന്നു. റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇതാ തുള്ളുന്നത്. തുള്ളി പോകുന്ന കണ്ട.
ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട് അതാണ് തുള്ളുന്നത്. കെഞ്ചിയൊക്കെ പൊക്കി വെക്കണം, ഉണങ്ങുന്നില്ല ഒന്നും. ആ എന്തുവാ? ശരി 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 ശരി, എന്നോട് അനുവാദം ചോദിക്കുന്ന കേട്ടോ. ആ ഓ കണ്ടോ ശരിയാ ഡാഡി. ഇങ്ങനെ ഓ ഓ ഓ ഇതിനെ കൊച്ചിനെ വഴക്ക് പറയണേ കേട്ടാ. ഓക്കേ മോനെ അങ്ങനെ ചെന്ന് പിടിച്ച ഡാഡി വീഴും, അതാണ്. ഇറങ്ങല് വേണ്ട, ഓട്ടമാണ്, ഓട്ടം. വായോ പുറത്ത് ഗേറ്റിൽ കിടന്ന് കറങ്ങുന്ന വായോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മോൻ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ കായ ഇത് അരിഞ്ഞ് ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ. ഞാൻ എല്ലാം മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് എടുക്കണേ. ചെമ്മീൻ കിള്ളി വെച്ചിട്ടുണ്ട്, അച്ചിങ്ങ അതേ കഴുകി 3-4 വെള്ളത്തിൽ മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഗോവയ്ക്ക് അതേ ഒന്ന് കഴുകി അത് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഞാൻ പച്ചയ്ക്ക്. എന്തിനെന്നറിയാമോ, എനിക്ക് എത്ര കഴുകിയിരുന്നാലും ഫ്രണ്ട്സ് എനിക്ക് അങ്ങോട്ട് ഇത് വരില്ല. കാരണം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കണ്ടുവരുന്നതല്ലേ. മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പം തന്നെ ഞാൻ റഫായിട്ടൊന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയുള്ളൂ കേട്ടോ എല്ലാ സാധനം. എന്നിരുന്നാൽ എനിക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പച്ചക്കറികൾ കഴുകിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അങ്ങനെയാണ്, ഓരോരുത്തരുടെ സ്വഭാവമല്ലേ, അത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ വീടുകളിൽ നിന്ന് പറിച്ചെടുക്കുന്നത് പോലെയല്ല മാർക്കറ്റിൽ. നമ്മൾ എല്ലാം മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനമില്ല. അപ്പോൾ കോവക്ക മെഴുക്ക് വരട്ടി, ഈ കായ മെഴുക്ക് വരട്ടി, കായ ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വച്ചേക്കും കേട്ടോ. പിന്നെ അച്ചിങ്ങയും ചെമ്മീനും ഒലത്തിയത്, രസം, ഇന്നത്തെ കറി അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പച്ചക്കറിയൊക്കെ മഞ്ഞപ്പൊടിയിൽ ഇട്ടിട്ട് വന്നു, അത് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ തുണികൾ വിരിക്കേണ്ട ഇത് നോക്കി കേട്ടോ. ദേ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഈ കട്ടി കൂടിയ തുണികളൊക്കെ 3 മണിക്ക് 3:30ക്ക് വെളിച്ചം പോവും കേട്ടോ. അതായത് സൂര്യപ്രകാശം ഉണ്ടാകത്തില്ല, ഇരുട്ടാവും. തണുപ്പ് വന്നു തുടങ്ങിയല്ലോ, അതായത് സൂര്യൻ്റെ പ്രകാശമൊക്കെ പോവും. 3 മണിയാകുമ്പോഴേ സൂര്യൻ അസ്തമിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നേരത്തെ അങ്ങോട്ട് വിരിച്ചിടാം എന്ന് വിചാരിച്ചു. ഈ കട്ടി കൂടിയ തുണികളൊന്നും ഉണങ്ങി കിട്ടൂല, അതുകൊണ്ടാണ്. നമുക്കെന്ന് പറഞ്ഞാൽ തുണികളൊക്കെ നല്ല വെണ്ണം വെയിലത്ത് ഉണങ്ങി കിട്ടണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതാണ്, അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ അത് ഇട്ടിട്ട് വന്നു. നമ്മൾ ഇതിട്ടിട്ട് ഇനി അടുത്ത ട്രിപ്പും കൂടെ വിരിച്ചിട്ട് പോവും. എന്താണെന്നറിയാമോ, സൂര്യൻ ഉദിക്കുന്നതും താമസിച്ചാണ് അസ്തമിക്കുന്നത് നേരത്തെ എന്നുള്ളതാണ് കേട്ടോ. ആ വെയിലത്ത് കിടക്കുന്ന വെയിൽ ഇപ്പുറത്തെ സൈഡാടാ. വാ വന്നി ഇനി ഉണ്ട് തുണികൾ വിരിക്കണം, പണിയുണ്ട് മോനും അമ്മയ്ക്ക്. കുറച്ച് നേരം ബോൾ കളിച്ചിട്ട് പോകാം നമുക്ക്. ആ വിശപ്പൊക്കെ വരട്ടെ, ഈ തണുപ്പത്ത് വ്യായാമം നല്ലതാ. ആ എന്നാ എടുത്തോണ്ട് വാ, പിടിച്ചോ. അച്ചോ വെയിൽ ഉദിച്ചപ്പോഴാണ് കൊണ്ട് നല്ല തണുത്ത കാറ്റ് കേട്ടോ. അപ്പോൾ അത് കാരണം അവനെ ഞാൻ കൊണ്ടുവരുന്നില്ല. പിടിച്ചോണ്ട് വാ, എടുത്തോണ്ട് വാ പൊന്നാ. കണ്ടോ ബോളുകൾ, കണ്ടോ. ആ ഓട്ടോ ഒക്കെയാണ്, ഞാൻ ഇട്ടു കൊടുക്കണം അതിനാട്ടോ. കണ്ടോ, മമ്മി ഒരു പരിവമാവും, അത് തന്നെ മമ്മി ഒരു പരിവമാവൂടെ കള്ള. തട്ട് കണ്ടോ, ബോൾ തരാതെ പിടിച്ചേക്കണോ. പിടിക്കുമോന്നാ. അച്ചോ അമ്മി മോനോട് കളിച്ചു ഒക്കെ ഒരു പരിവാവോ. തട്ടി തരട്ടെ, വാ.
ക്യാച്ച് 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 1 2 3 ക്യാച്ചടാ. ഞാൻ അതുപോലെ തുള്ളണം കേട്ടോ. തുള്ളി ഇരുന്നാൽ നിവർത്തിയുള്ളൂ. എനിക്ക് വയ്യ, തുള്ളി എനിക്ക് വയ്യാണ്ടാവുന്നു. ഇവൻ മുൻജന്മത്തിൽ ഫുട്ബോളറായിരുന്നോ? അയ്യോ എനിക്ക് വയ്യ. രസമോ കേട്ടോ ഇതൊക്കെ കാണണം. തുണികൾ വിരിക്കണം, കറി വെക്കണം മമ്മിക്ക്. എടുത്തോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. എൻ്റെ മോൻ്റെ ഫുട്ബോൾ കളിയൊക്കെ കണ്ടല്ലോ, പാവം. അപ്പോൾ ഫ്രണ്ട്സ്, മോളിൽ നിന്ന് തുണികളൊക്കെ വിരിച്ചിട്ട് വന്നിട്ട് കറികളൊക്കെ ആയി കായ ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തു കേട്ടോ. ഇങ്ങനെ വെക്കുന്നതാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടം കേട്ടോ. കോവയ്ക്ക ഉപ്പേരി, പിന്നെ നല്ലൊരു രസം, കൊത്തമല്ലിയൊക്കെ ഇലയിട്ടൊരു രസം, പിന്നെ ചെമ്മീനും അച്ചിങ്ങയും വളർത്തിയത്, ചോറുമായി. മോൻ്റെ ചോറ് ടേബിളിൽ ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട മേടിക്കാൻ പോകണം. ഇവിടെ അടുത്തൊരു കടയുണ്ട്. അപ്പോൾ മുട്ട മേടിക്കാൻ പോകുന്ന ആ കട 1 മണിക്ക് പൂട്ടും. ഒന്ന് പോയിട്ട് വരട്ടെ, വന്നിട്ട് വേണം അവൻ്റെ ചോറൊക്കെ കൊടുക്കാൻ. അവനെ നോക്കട്ടെ, പറഞ്ഞിട്ട് പോട്ടെ അവൻ്റെ അടുത്ത്. അങ്ങനെ ഫ്രണ്ട്സ്, മുട്ട മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മുട്ടയും റോൾ കേക്കും ഒക്കെ മേടിച്ചുകൊണ്ട് മുട്ട വാ പൊന്നിന് മുട്ട മേടിച്ചു മാമ, ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇല്ലെങ്കിൽ ആ കട ഞങ്ങൾ സ്ഥിരം മുട്ട മേടിക്കണ കടയുണ്ട്. അപ്പോൾ അത് അടഞ്ഞു പോവേ. 1 മണിക്ക് അവർ അടയ്ക്കും. അതുകൊണ്ട് റോൾ കേക്ക്, ക്രീം റോൾ കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഈ മുട്ടയും മേടിച്ചുകൊണ്ട് വന്നു അവന്. ഇത് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ, ആപ്പിൾ ഇതൊക്കെ. പിന്നെ ഇത് നമ്മുടെ മലയാളി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ചീത്തയാകാതിരിക്കാൻ, ഇപ്പോൾ തണുപ്പായതിൻ്റെ ചീത്തയാവില്ല. ചീത്തയാകാതിരിക്കാൻ ഇങ്ങനെ വലിയ കൊട്ടയിലൊക്കെ ഇട്ട് തേക്കുന്നത്. അപ്പോൾ ഉള്ളിക്ക് ഇവിടെ അറിയാമല്ലോ, നാട്ടിൽ 50 ആണെങ്കിൽ ഇവിടെ 250 രൂപ 300 രൂപയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അത് കാരണം മേടിച്ചുകൊണ്ടൊന്ന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് മുട്ടയൊക്കെ മേടിച്ചു. മോന് മുട്ട വേണമല്ലോ, അപ്പോൾ അതാണ് കാരണം കേട്ടോ. മുട്ടയും മേടിച്ചു വന്നു. ഇനി അവന് ചോറ് കൊടുക്കണം. ചോറ് കൊടുത്തിട്ട് ഫ്രണ്ട്സ്, ചോറ് ഇന്നാന്ന് പറഞ്ഞപ്പോൾ ഓടിക്കിടക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ്? ഇതാണ് ഇവൻ്റെ വേല, തട്ടിപ്പ് രാമന. കണ്ടില്ലേ പൊന്നോ? ബാ ഊണ് കഴിക്കാം. ഞാൻ ഇതൊന്നും കെട്ടി അവനെ എഴുന്നില്ലെങ്കിൽ അവൻ വരില്ല കേട്ടോ. അവൻ ഭക്ഷണം കഴിക്കാൻ മടിയനാ. അതൊക്കെ ഇറങ്ങുന്നു കണ്ടോ. ഇത് കെട്ടിയില്ലെങ്കിൽ വരൂല ഊണ് കഴിക്കാൻ. അവൻ്റെ ചോറ് എടുത്ത് വെച്ചിരിക്കുന്നു, ചിക്കൻ എടുത്ത് വെച്ചിരിക്കണോ, മുട്ട മേടിച്ചുകൊണ്ട് വന്നു മമ്മി. ഓ അയ്യോ, ആസ്തെ ആയി. ആയി ആ വരവ് കണ്ടോ? അവിടെ സ്ഥലമില്ല, എന്നിരുന്നാലും വരവ് കണ്ടോ ബാക്കടിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാൻ ഇവന് ഫുഡ് കൊടുത്തിട്ടൊക്കെ വരാം. എന്നിട്ടും ഇപ്പം ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ ഫ്രണ്ട്സ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വീട്ടിലെ വിശേഷങ്ങളൊക്കെ എടുക്കുന്ന കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ മോൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം. അതിന് ഞാനൊന്ന് തുടപ്പിച്ചെടുത്തില്ല, കാരണം തണുപ്പ് കേട്ടോ. എപ്പോഴെപ്പോഴും തുടച്ചൊക്കെ എടുത്ത ഇവ രാവിലെ തന്നെ എത്ര പ്രാവശ്യം മുഖമൊക്കെ കഴുകണം എന്നറിയാമോ? അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. ബാ ഉടുപ്പ് ഇടട്ടെ, ബാ വേറെ ഉടുപ്പിടാം ബാ. കാരണം എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു, എപ്പോഴെപ്പോഴും ഇങ്ങനെ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് വല്ല രോഗവും പിടിക്കുമെന്ന്. വാടകല്ല, തുറക്കട്ടെ ബാ. അപ്പോൾ ഡ്രസ്സ് ഊരി ഫ്രണ്ട്സ്. ഇനി അവനെ ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് അവനെ ഒന്ന് ഉടുപ്പിടട്ടെ. കൊഞ്ചിനെന്തിനും എൻ്റെ ഉടുപ്പൊക്കെ കഴുകണ്ടേ? കൊഞ്ചിന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട്. അപ്പോൾ എൻ്റെ മോന് ആ ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം, തണുപ്പല്ലേ. ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ. ക്രീം തേച്ച് കൊടുക്കണം, പൗഡർ ഇട്ട് കൊടുക്കണം. ക്രീമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം, പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ക്രീമും പൗഡറൊക്കെ തേച്ചിട്ട്
ഉടുപ്പൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി മമ്മി ഇപ്പം നല്ല ക്ലീനാക്കി എടുക്കും പോലെ ഒന്ന് ചീകിയൊക്കെ കൊടുക്കണം. ശരീരമൊക്കെ ഒന്ന് മുടിയൊക്കെ ചെയ്യും. നല്ല മുടിയാട്ടോ ഇവന്. അപ്പോൾ നല്ലതായിട്ട് ഒന്ന് ചീകിയൊക്കെ കൊടുക്കണം. എന്നിട്ട് ഒരു ഹായ് കൊടുത്തേ പിന്നെ ഒരു ഹായ് കൊടുത്തേ നമ്മൾ മമ്മി വൈൻഡപ്പ് ആക്കാൻ പോകുന്ന ഒരു ഹായ് കൊടുക്കുക. മോർണിംഗ് ഹായ് കൊടുത്തു എന്നാലും വേണ്ടേ? തരണില്ലേ? വേറെ പണിയുണ്ട് എനിക്ക്. ഓടി വാ, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ബാ പൊന്നു മമ്മ ഗുഡ് ബൈ മമ്മയുടെ ഗുഡ് ബൈ സുന്ദർച്ചേല്. ഇന്ന് വലിയ മൂഡിലല്ല ഫ്രണ്ട്സ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ ബൈ കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.